ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടിയേ വിഷുവിനായിട്ട് ബാക്കിയുള്ളൂ. എന്താണെന്നറിയില്ല, വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയിട്ടുള്ളത്. എന്തായാലും കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ നാളായി വിഷു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെന്തായാലും ഡിലീറ്റ് ആക്കാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ തിരക്ക് പിടിച്ച് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാറ്റേണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ ഒരു റെഫറൻസ് നോക്കിയിട്ട് അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ ഈ ഒരു ക്ലോത്ത് റഫായിട്ട് വീഡിയോക്ക് വേണ്ടി മാത്രം റഫായിട്ട് അങ്ങനെ ഒരു ഓൾഡ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്യാനുള്ളതൊന്നുമല്ല, ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ. ഇതുപോലുള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് കിടക്കും. വിഷുവിനൊക്കെ ഈ ഒരു ടൈപ്പ് ക്ലോത്ത് ആണല്ലോ അധികം യൂസ് ചെയ്യുന്നത് കാണല്. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേൺ ക്ലോത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അത് വരച്ചെടുക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അത് മോഡൽ നോക്കിയിട്ട് അതുപോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ക്ലോത്തിലും വരച്ചെടുത്തിട്ടുള്ളത്. പാറ്റേൺ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ബീഡ്സും മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം എംബ്രോയ്ഡറി ഒന്നും ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. കാണുമ്പം കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വരുന്നൊരു വർക്കാണ്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അത്രയും ടൈം എടുത്തിട്ടുള്ളത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ ഇരിപ്പിൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അരമുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റെമ്മാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷെയ്ഡിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് സ്റ്റെമ്മും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നോർമലായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റിച്ചസ് മാത്രമാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും എളുപ്പം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് വരുന്ന ആ ഒരു സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്റ്റെമ്മും പിന്നെ ആ ഒരു ഫ്ലവർ വരുന്ന ആ ഒരു സ്റ്റെമ്മൊക്കെ നമുക്ക് വേറൊരു ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആ ഒരു സെയിം സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെ ആ ഒരു സ്റ്റെമ്മും കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലീഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സോ ആയിട്ട് ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫുൾ സ്ട്രാൻഡ് 6 സ്ട്രാൻഡ്സും നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിക്കിൽ 2 എടുക്കുക അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എളുപ്പമാണ് ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ലീഫ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൽ തന്നെ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീഫ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ബിഗിനേഴ്സിന് ഒന്നുകൂടെ എളുപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലീഫ് ചൂസ് ചെയ്തിട്ടുള്ളത്. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീഫ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവറാണ്. ഫ്ലവറിനായിട്ട് യെല്ലോ ഷെയ്ഡുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊന്നപ്പൂവിൻ്റെയൊക്കെ ഏകദേശം ഒരു സ്ട്രക്ചർ വരുന്ന രീതിക്കാണ് ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പം ഏകദേശം ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വരും. അപ്പം ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്ലവർ ആ ഒരു കൊലകൊലയായിട്ട് വരുന്ന രീതിക്ക് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫിൽ ചെയ്തെടുക്കുന്നത്. അപ്പം ഭയങ്കര സിമ്പിളാണ്. ഫ്രഞ്ച് നോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് കുറച്ചൊരു മടുപ്പൊക്കെ തോന്നും. ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ഓരോന്നും ഇട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം കുറച്ച് മടുപ്പൊക്കെ തോന്നും. പക്ഷെ നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ. അപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പം കുറച്ച് ടൈം മാത്രമേ വേണ്ടി വരൂ. സ്പീഡായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചൊന്ന് ക്ഷമയോട് കൂടി തന്നെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കൊലകൊലയായിട്ട് തിങ്ങി നിൽക്കുന്ന രീതിക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്.
ഇനി ഫൈനലായിട്ട് ചെറിയൊരു പണി കൂടി ബാക്കിയുള്ളൂ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു പെന്നിൻ്റെ മാർക്കൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഫ്ലവേഴ്സ് കുറച്ചുകൂടെ ഒന്ന് തിങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ചധികം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പം അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഒതുക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പം അങ്ങനെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് നിങ്ങൾ വിഷുവിന് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി പോർഷനിൽ അല്ലെങ്കിൽ കുർത്തീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിലൊക്കെ ഇതുപോലുള്ള വർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി വിഷു.